നമസ്കാരം. പ്രീമിയർ പ്രോയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ കുറച്ച് മുമ്പ് കണ്ട ഒരു എഫക്റ്റ്, അതായത് ഇപ്പോൾ ഒരു ടൈറ്റിലിൻ്റെ എഫക്റ്റ് എങ്ങനെ പ്രീമിയറിൽ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിലൂടെ കണ്ടു മനസ്സിലാക്കാം. പ്രീമിയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒരു ബ്ലാക്ക് വീഡിയോ ഞാൻ ആദ്യമേ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബ്ലാക്ക് വീഡിയോ ഉണ്ട്. ജസ്റ്റ് ഒന്ന് വിട്ടും ഹൈറ്റും സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക. ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ആ വീഡിയോ ആദ്യം തന്നെ ഞാൻ ഇവിടെ നിന്ന് വലിച്ചിട്ടാണ്. ഓക്കെ, ഇതിന് ശേഷം ഞാൻ കൺട്രോൾ ടി അടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് യൂട്യൂബ് എന്ന് ടൈപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് ആ ഒരു ടെക്സ്റ്റ് അവിടെ ടൈപ്പ് ചെയ്യുക. ഞാൻ തൽക്കാലം ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്, യൂട്യൂബ് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ വലിപ്പം ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റിൻ്റെ വലിപ്പം ഞാൻ ഇവിടെ നിന്ന് കൂട്ടാണ്. ഞാൻ അതിന് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് അതിന് കറക്റ്റാക്കി ഞാൻ വയ്ക്കുകയാണ്. അലൈൻ സെൻറ്ററും ഹൊറിസോണ്ടലും വെർട്ടിക്കലും ചെയ്ത് ഞാൻ കറക്റ്റാക്കി വയ്ക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് ആവേ ബോൾഡ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ആവേ ഫിദാൻ പേഴ്സണൽ യൂസ് ഓൺലി എന്ന് പറഞ്ഞൊരു ഫോണ്ട് ഉണ്ട്. അതാണ് ഞാൻ ഇവിടെ നിന്ന് യൂസ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ 500 സംതിങ് വേണ്ട, എനിക്ക് എന്തായാലും ഒരു 300-390 ആ ഒരു സൈസിനുള്ള ഫോണ്ട് മതി. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് സൈസ് കുറയ്ക്കുകയാണെങ്കിൽ ആ ഫ്രെയിമിന് കറക്റ്റ് ഉള്ളിൽ നിൽക്കണം. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റാക്കി കൊടുക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ഈ രീതിയിൽ എന്ത് ചെയ്തു, ഒരു ഫോണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ നിന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് ടൈമിലേക്ക് വലിച്ചിടുന്നുണ്ട്. ഓക്കെ, ഇതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് റാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ജസ്റ്റ് ഒന്ന് റാപ്പ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അതിന് മുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒപ്പാസിറ്റി ഞാൻ എന്ത് ചെയ്യണം, കുറച്ച് കൊടുക്കാം. നമ്മൾ വീഡിയോ കണ്ടതുപോലെ തന്നെ ഒപ്പാസിറ്റി കുറഞ്ഞതിൽ നിന്നും കൂടിയ രീതിയിലേക്കാണ് എന്ത് ചെയ്ത് ആ ഒരു ടെക്സ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒപ്പാസിറ്റിയിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ടൈമിൽ ഞാൻ ഇവിടുന്ന് നീക്കി വയ്ക്കുകയാണ്. ഞാൻ ഇവിടുന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് ഒപ്പാസിറ്റി 100 കൊടുത്തു. ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് 0യിൽ നിന്നും 100ലേക്കാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് 0യിൽ നിന്നും 100ലേക്ക് വന്നു. കുറച്ചും കൂടി ഒന്ന് നീക്കി വയ്ക്കുകയാണ്. ഓക്കെ, വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ലാസ്റ്റ് ഫ്രെയിമിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യാണ്, വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഒരു ടോങ്ങിൽ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ ഇവിടുന്ന് വീണ്ടും 0 കൊടുക്കുന്നു. 0 കൊടുത്തിട്ട് എന്ത് ചെയ്യണം, കുറച്ചും കൂടി നീക്കി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം, വീണ്ടും ടോങ്ങിൽ ആനിമേഷൻ സെറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാണ്, ഇവിടുന്ന് 100 കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കിത് ഇങ്ങനത്തെ ഒരു പ്രിവ്യൂ ഉണ്ട്, നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. അതായത് ആദ്യം തന്നെ കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക്, വീണ്ടും കൂടിയതിൽ നിന്നും കുറഞ്ഞിലേക്ക് ആ ഒരു വിഷ്വൽ, ആ ഒരു എഫക്റ്റ് പോലുള്ള ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് റാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. റാപ്പ് എടുക്കണം. അപ്പോൾ റാപ്പ് എടുക്കാനായിട്ട് എന്ത് ചെയ്യുക, എഫക്റ്റിലേക്ക് വന്നിട്ട് നമുക്ക് ഇവിടുന്ന് റാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ കിടക്കുന്നത് ഡിസ്റ്റോർ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. ഡിസ്റ്റോറിലാണ് എന്ത് ചെയ്ത് കൊടുക്കുന്നത്, റാപ്പ്, അതായത് വേവ് റാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുന്നത്. അതായത് ഒരു നദിയുടെ ഇതുപോലെ ആ ഒരു ഓപ്ഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു എഫക്റ്റ് ഞാൻ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിടാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിട്ടാലും ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് റാപ്പിൻ്റെ ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടി കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തോളം ഈ ഒരു ഓപ്ഷൻ, അതായത് നമ്മളിപ്പോൾ ഈ ഒപ്പാസിറ്റി കുറയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്ത് കൊടുത്തോളം നോർമൽ അല്ല ആക്കി കൊടുക്കേണ്ടത്. നമുക്ക് ഇവിടുന്ന് സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്ക്രീൻ നിറങ്ങൾ നിർബന്ധമായിട്ടും ആക്കി കൊടുത്തേക്കണം. എന്നാലും നമ്മൾ ആ ഒരു ഓപ്ഷൻ അവിടെ എന്താവുള്ളൂ, വർക്ക് ആവുള്ളൂ. ഞാൻ ആദ്യം ചെയ്യാൻ വിട്ടുപോയതാണ്. ആദ്യം തന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെയ്തു പോയേക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, റാപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ റാപ്പ് എന്നൊരു ഓപ്ഷൻ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഞാനിപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്റ്റേജിൽ വച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് റാപ്പിൻ്റെ ഹൈറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന, ആദ്യം തന്നെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് 90 ആ ഒരു അളവ് കൊടുത്താൽ മതി. ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്തു, ഒരു 95 അല്ലെങ്കിൽ ഒരു 90 ആ ഒരു അളവിൽ എന്ത് ചെയ്തു, ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഇത് ക്രിയേറ്റ് ചെയ്തു. വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ പണ്ടത്തെ പോലെ തന്നെ ആക്കണം. അപ്പം ഞാൻ ഇവിടുന്ന് ഒരു 4 ആക്കി എന്ത് ചെയ്തു, വീണ്ടും കണ്ടോ പണ്ടത്തെ പോലെ തന്നെയാക്കി. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് എന്താവും, വീണ്ടും കണ്ടോ ഈ ഒരു എഫക്റ്റ് പോലെ കിട്ടും. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യുക, അടിയിലേക്ക് വരാം. വീണ്ടും എന്ത് ചെയ്തു, ഞാൻ വീണ്ടും പണ്ടത്തെ അളവ് തന്നെ ഒരു 95 ആണ് നമ്മൾ ആദ്യം കൊടുത്തത്. 95 കൊടുത്തു. 95 കൊടുത്തിട്ട് എന്ത് ചെയ്യാം, വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ എന്ത് ചെയ്യണം, ഒരു 4 ആക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി, ഇങ്ങനത്തെ ഒരു പ്രിവ്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഓക്കെ, ഈ രീതിയിലുള്ള ഒരു പ്രിവ്യൂ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാൻ പറ്റും. ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ടു കളർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ചേഞ്ച് ടു കളർ, CHANGE ടു കളർ, ചേഞ്ച് ടു കളർ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തേക്കാം, നിങ്ങൾ ഒരു 4 കോപ്പി എടുത്തേക്കാം. അതായത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഈ ടൈറ്റിലിൻ്റെ 4 കോപ്പി എടുത്തേക്കാം. അപ്പോൾ ഞാൻ 1, 2, 3,
4 കോപ്പി എടുക്കുന്നുണ്ട്. ഈ 4 കോപ്പി എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ടെക്സ്റ്റിനും ഓരോരോ കളർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഓരോ ടെക്സ്റ്റിനും ഓരോ കളർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് ഈ ഒരു ടെക്സ്റ്റിൻ്റെ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ടു കളറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ഇതിലേക്ക് എന്ത് ചെയ്തു, ചേഞ്ച് ടു കളർ എന്നൊരു എഫക്റ്റ് ഞാൻ എന്ത് ചെയ്തു, ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഏതൊരു കളറാണോ ഫസ്റ്റ് വേണ്ടത് ആ ഒരു കളർ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്തോളണം, സെറ്റിംഗ്സ് ടു കളറിലേക്ക് വന്നിട്ട് സെറ്റിംഗ്സ് ടു കളർ അല്ല, ചേഞ്ചിലേക്ക് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തോളണം, നമ്മൾ ഇവിടുന്ന് ഹ്യൂ, ലൈറ്റ് ആൻഡ് സാച്ചുറേഷൻ ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യണം, നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്ത് കൊടുത്തോളണം, ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തോളണം. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ഇതിലും ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ഇതിലേക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചേഞ്ച് ടു കളർ എന്നൊരു ഓപ്ഷൻ എന്ത് ചെയ്യാം, രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ഈ സെയിം എഫക്റ്റിന് എന്ത് ചെയ്യുക, രണ്ടാമത്തെ ടെക്സ്റ്റിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, വീണ്ടും എന്ത് ചെയ്യുക, നമുക്ക് രണ്ടാമത്തെ ഇതിൽ ഏതൊരു കളറാണോ വേണ്ടത് ആ ഒരു കളർ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഇതിൽ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്നൊരു ബ്ലൂ കൊടുക്കുകയാണ്. ബ്ലൂവിന് ഞാൻ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, ഇവിടുന്ന് ഹ്യൂ മാറ്റി ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യണം, ഹ്യൂ, ലൈറ്റ് ആൻഡ് സാച്ചുറേഷൻ കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ചേഞ്ച് ടു കളറിൽ ആ ഒരു ഓപ്ഷൻ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു കളറിൽ നിന്നും ഏതൊരു കളറായിട്ടാണോ മാറേണ്ടത്, അതിപ്പോൾ വൈറ്റിൽ നിന്നും എന്തായിട്ടാണ് മാറേണ്ടത്, ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു യെല്ലോ കളർ കൊടുക്കാം. ഓറഞ്ചാണ് കുറച്ചുകൂടി നല്ലത്. എന്ത് ചെയ്യാം, ഓറഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാൻ ഒരു ഓറഞ്ച് കളർ കൊടുത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് യാതൊരു വ്യത്യാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇവിടെ വന്ന സമയത്ത് നോക്കി വേവിൻ്റെ വിട്ട് കിടക്കുന്നത് കണ്ടോ, 40 കിടക്കുന്നത്. ഞാൻ 40 മാറ്റി ഞാൻ എന്ത് ചെയ്യാണ്, ഒരു 45 ആക്കാണ്. അതേപോലെ ഞാൻ എന്ത് ചെയ്തു, ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തു, 40 തന്നെ കിടക്കുന്നത്. 40 മാറ്റി ഞാൻ എന്ത് ചെയ്തു, 55 ആക്കാണ്. ജസ്റ്റ് ഒന്ന് 10 വെച്ച് കൂട്ടി പോയാൽ മതി. അപ്പം ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് 40 മാറ്റി 55 നമ്മൾ നേരത്തെ കൊടുത്തത് എന്ത് ചെയ്യുക, 65 ആക്കാം. 65 ആക്കുന്ന സമയത്ത് ഏകദേശം ഒരു പ്രിവ്യൂ കണ്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ കൊടുത്തൊരു ടെക്സ്റ്റിൻ്റെ ഒരു ഇത് ഞാൻ ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നമുക്ക് ഇത് ആദ്യം തൊട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് സ്പേസ് ബാർ അടിച്ച് പ്ലേ ചെയ്യാണ്. നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഈ ഒരു എഫക്റ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനെ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് വലിയ സ്ക്രീനിലാക്കി കാണിക്കുകയാണ്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു അറിവുമായിട്ട് കാണാം. ബൈ.